പാലേക്കര അങ്കമാലി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥ. സമാന്തര റോഡുകൾ തകർന്നതിനാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനാകുന്നില്ല. തൃശൂർ കുന്നംകുളം പാതയിലെ ഗതാഗത കുരുക്ക് ഒരാഴ്ചയ്ക്കകം പരിഹരിക്കുമെന്ന് അധികൃതർ. പുഴയ്ക്കൽ മേഖലയിലെ ഗതാഗത തടസ്സം വൈകാതെ നീക്കുമെന്ന് കളക്ടർക്ക് ഉറപ്പു നൽകി KSTP. CPI ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പാലേക്കര അങ്കമാലി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. കുരുക്ക് ഒഴിവാക്കാൻ സമാന്തര പാതയിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടാൻ ശ്രമിച്ചുവെങ്കിലും ഭൂരിഭാഗം സമാന്തര പാതകളും തകർന്ന നിലയിലാണ്. ദേശീയപാതയിൽ അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. കുരുക്ക് പരിഹരിക്കാനും റോഡ് ഗതാഗത യോഗ്യമാക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും സമയപരിധിക്കുള്ളിൽ ഇത് സാധ്യമാകുന്നില്ലെന്നാണ് സൂചന. തൃശൂർ കുന്നംകുളം പാതയിലെ ഗതാഗത കുരുക്ക് ഒരാഴ്ചയ്ക്കകം പരിഹരിക്കുമെന്ന് അധികൃതർ. പൂങ്കുന്നം പുഴയ്ക്കൽ മേഖലയിലെ ഗതാഗത തടസ്സം നീക്കി റോഡ് ഉടൻ സഞ്ചാര യോഗ്യമാക്കുമെന്ന് KSTP അധികൃതർ കളക്ടർക്ക് ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസം കളക്ടർ സ്ഥലത്തെത്തി റോഡിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. CPI ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. സമ്മേളനത്തിന് ഞായറാഴ്ച സമാപനമാകും. ഇന്നലെ പൊതുസമ്മേളനം നടന്നു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 395 പ്രതിനിധികളാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. രാവിലെ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ പതാക ഉയർത്തി. സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിൽ കച്ചവട സ്ഥാപനത്തിൽ തീപിടുത്തം. ഫയർഫോഴ്സ് തീയണച്ചു. ചന്തപുര ജംഗ്ഷനിൽ പൂർണിമ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ചിക്കിങ്സ് എന്ന സ്ഥാപനത്തിന്റെ അടുക്കളയിലെ ചിമ്മിനിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായത്. അടുത്തുള്ള സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PS നൌഷാദ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ KS അജിത്ത്, GR ധനേഷ്, സനൽ റോയ്, നിഖിൽ രാജ്, വിഷ്ണുദാസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. തൃശൂർ മുക്കാട്ടുകരയിൽ ട്രെയിലർ ലോറി ഇടിച്ച് കലിങ്കിന്റെ ഭിത്തി തകർന്നു. തൃശൂർ പെൻഷൻമൂല ഭാഗത്ത് നിന്ന് മുക്കാട്ടുകര വഴി പാലക്കാട് ഭാഗത്തേക്ക് പോയ ട്രെയിലർ ലോറി ഇടിച്ച് മുക്കാട്ടുകര മഞ്ഞിലങ്ങാടി ഭാഗത്തെ കലിങ്കിന്റെ ഭിത്തി തകരുകയും റോഡ് ഇടിഞ്ഞു താഴുകയും ചെയ്തു. TR വാസുദേവ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പേരിലുള്ള ട്രെയിലർ ലോറിയാണ് കലിങ്ക് ഇടിച്ചു തകർത്തത്. 2 മണിക്കൂറോളം റോഡിൽ കുടുങ്ങിയ ലോറി പുലർച്ചെ 6 മണിയോടെയാണ് മണ്ണുത്തിയിലെത്തിയത്. വീതി കുറഞ്ഞതും വളവുകളുള്ളതുമായ ഈ റോഡിലൂടെ സാധാരണഗതിയിൽ കണ്ടെയ്നർ ലോറികളും നീളം കൂടിയ വാഹനങ്ങളും കടന്നുപോകാറില്ല. പെൻഷൻമൂല ഭാഗത്തും മണ്ണുത്തി ഭാഗത്തും ബോർഡുകൾ സ്ഥാപിച്ച് വലിയ വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എരുമപ്പെട്ടി നെല്ലുവായ് സെന്ററിന് സമീപം ബൈക്കിൽ നിന്ന് വീണ് മധ്യവയസ്കന് പരിക്കേറ്റു. പരിയാരം ആളൂർ വീട്ടിൽ ബോബനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 7:30യോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ബോബനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാവറട്ടി മനപ്പടി ഇറച്ചിപ്പുരയ്ക്ക് സമീപം മേലിട്ട് ജോസിന്റെ വീട്ടിൽ വീണ്ടും മോഷണ ശ്രമം. വെള്ളിയാഴ്ച പുലർച്ചെ മോഷ്ടാവ് എന്ന് കരുതുന്ന വ്യക്തി വീടിന്റെ പുറകുവശത്തേക്ക് കടന്നുവരുന്ന ദൃശ്യങ്ങളാണ് CCTV ക്യാമറയിൽ ലഭിച്ചിട്ടുള്ളത്. CCTV ക്യാമറയിലെ ഫ്ലാഷ് ലൈറ്റ് മിന്നുകയും വീട്ടുടമയുടെ ഫോണിൽ അലാറം മുഴങ്ങുകയും ചെയ്തതോടെ മോഷ്ടാവ് മുഖം മറച്ച് തിരിച്ചുപോകുന്നതും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വീട്ടുകാർ അകത്തും പുറത്തുമുള്ള ലൈറ്റുകൾ തെളിയിക്കുകയും ചുറ്റുപാടും പരിശോധന നടത്തുകയും ചെയ്തുവെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും ജോസിന്റെ വീട്ടിൽ മോഷണ ശ്രമം നടന്നിരുന്നു. വീട്ടുകാർ പാവറട്ടി പോലീസിൽ പരാതി നൽകി. പാവറട്ടിയിലും പരിസരങ്ങളിലും മോഷണ ശ്രമം തുടരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
ഏങ്ങണ്ടിയൂർ ചേറ്റുവ പുളിക്കക്കടവ് തീരദേശ റോഡിലുള്ള ചേറ്റുവ പടന്ന ചീപ്പിനോട് ചേർന്നുള്ള പാലം തകർച്ചാ ഭീഷണിയിൽ. സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ ഒട്ടനവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഇടമാണ് ചേറ്റുവ തീരദേശ മേഖലയിലെ പടന്ന ചീപ്പിനോട് ചേർന്നുള്ള ഈ പാലം. പാലത്തിന്റെ വശം ഇടിഞ്ഞുകിടക്കുന്നതിനാൽ മഴവെള്ളം ഒലിച്ചിറങ്ങി പാലം തകർന്നു വീഴാൻ സാധ്യതയേറെയാണ്. പാലത്തിന്റെ അടിഭാഗങ്ങളിൽ കോൺക്രീറ്റ് അടർന്നു നിൽക്കുന്ന നിലയിലാണ്. ചേറ്റുവ പുഴയിൽ നിന്ന് മണൽ ട്രെഞ്ചിംഗ് നടത്തി ദേശീയപാതയ്ക്ക് വേണ്ടി മണൽ വലിയ ടോറസ് വാഹനങ്ങളിൽ തീരദേശ റോഡിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ഭാരമേറിയ വാഹനങ്ങൾ തീരദേശ റോഡിലൂടെ പോകുന്നതിനാൽ പല ഭാഗങ്ങളിലും പുഴയുടെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളലുണ്ടായിട്ടുണ്ട്. ഇതുമൂലം തീരദേശ മേഖലയിലുള്ള വീടുകൾക്ക് വിള്ളൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട നഗരസഭയിലെ UDF നേതൃത്വത്തിലുള്ള ഭരണത്തിൽ വീഴ്ചയാരോപിച്ച് CPM പൊർത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കുറ്റവിചാരണ നടത്തി. ഭരണസമിതിക്കെതിരായ കുറ്റപത്രം വായിച്ച് ഭരണസമിതിയുടെ പ്രതീകാത്മകമായി തയ്യാറാക്കിയ രൂപത്തിൽ ചൂരല കൊണ്ടടിച്ച് ജനകീയ ശിക്ഷ നടപ്പാക്കി. മാപ്രാണം സെന്ററിൽ നടന്ന കുറ്റവിചാരണ സദസ്സ് CPM ജില്ലാ കമ്മിറ്റി അംഗം KR വിജയ ഉദ്ഘാടനം ചെയ്തു. CPM പൊർത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ അധ്യക്ഷനായിരുന്നു. ലിങ്ക് റോഡ് നവീകരണം LDF കൗൺസിലർമാർ നിരന്തരം കൗൺസിലിൽ ഉന്നയിച്ചിട്ടും നവീകരിക്കുവാൻ തുക അനുവദിച്ചില്ല. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയ്ക്ക് സ്വീകരണം നൽകി. കടമങ്ങാട്ട് പരിശുദ്ധ അപ്രയം കൂർലോസ് ബാവയുടെ 223-ാം ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായാണ് ശ്രേഷ്ഠ ഭാവയ്ക്ക് സ്വീകരണം നൽകിയത്. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത, സഭാ വൈദിക ശ്രേഷ്ഠർ, സഭാ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ഭാവയെ സ്വീകരിച്ചു. ഇന്നത്തെ ആദ്യമായിട്ടായിരിക്കണം പ്രധാന ദിനങ്ങളിലൂടെ സഭയുടെ ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ശനിയാഴ്ച നടക്കും. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് PD ദിനേശ്, നിയുക്ത സെക്രട്ടറി അഡ്വക്കേറ്റ് K കുഞ്ഞുമോൻ, ട്രഷറർ സജിലേഷ് ബാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ ചിറളയം BCG സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവിൻ തൈകൾ വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് അധ്യക്ഷനായി. ഹെഡ് മിസ്റ്റർ സിസ്റ്റേഴ്സ് ചാർലിറ്റ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സജിനി പ്രേമൻ, പ്രിയ സജീഷ് എന്നിവർ പങ്കെടുത്തു. നന്നായി അതിനെ പരിചരിച്ച് അപ്പോഴാണ് കൃഷി പറഞ്ഞത് കുട്ടികൾ വെയിലത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും. കൊടുങ്ങല്ലൂർ അഴീക്കോട് IM UP സ്കൂളിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബിജു ജോസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. നഴ്സറി വിഭാഗം PTA പ്രസിഡന്റ് PA മനാഫ്, PTA വൈസ് പ്രസിഡന്റ് സെറീന സഗീർ, പ്രധാന അധ്യാപിക KB ജാസ്മിൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തയിലേക്ക്. മാള വിദ്യാഭ്യാസ ഉപജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എഴുത്തും വായനയും ഗണിതശാസ്ത്രത്തിലെ ചതുഷ്ക്രിയകളും ഉറപ്പാക്കി. മേലഡൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി ആർ ബിന്ദു അക്ഷരഗണിതം പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തുമെന്ന് എഇഒ കെ സുരേഷ്, BBC ഡോക്ടർ പി ലിജു, വികസന സമിതി കൺവീനർ CM മുഹമ്മദ് റാഫി എന്നിവർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവർക്കും +2 പരീക്ഷയിൽ 90% മാർക്ക് നേടിയവർക്കും 2020 പാർട്ടി ആദരം നൽകും. ശനിയാഴ്ച പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ ആദരം ഉദ്ഘാടനം ചെയ്യുമെന്ന് 2020 നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ്, സണ്ണി പള്ളിപ്പാടൻ, ജാൻസൺ ജോസഫ് എന്നിവർ അറിയിച്ചു. തൃശൂർ സെന്റ് ജോസഫ് CLP സ്കൂളിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ലഹരിക്കെതിരെ പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കാൻ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് മേഴ്സി ആന്റണി, PTA പ്രസിഡന്റ് K മുസ്തഫ, SSG പ്രതിനിധി ബിനോയ് കാട്ടൂക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയിൽ കടമ്പോട് ALP സ്കൂൾ വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തി. വായനയുടെ മഹത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി റിട്ടയർഡ് അധ്യാപകൻ PA രവി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. വായനശാല സെക്രട്ടറി PS അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപിക സൂര്യ, ഉഷ, മാണി, KR ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. ലഹരിമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി അഴീക്കോട് ഗവൺമെന്റ് UP സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. മേനോൻ ബസാറിൽ നടന്ന പരിപാടിയിൽ സോഷ്യൽ സർവീസ് വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നൃത്തശില്പം, ലഘുനാടകങ്ങൾ എന്നിവ അവതരിപ്പിച്ചു. എറിയാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മുഹമ്മദ് ഷഫീഖ് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക പുഷ്പകല, റിൻഡ തുടങ്ങിയവർ പങ്കെടുത്തു. കാരമുക്ക് വില്ലേജ് ഓഫീസർ ശ്രീലതയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് കാരമുക്ക് വില്ലേജ് ഓഫീസിൽ കൂട്ടായ്മയൊരുക്കി. വാർഡംഗം കവിത അധ്യക്ഷത വഹിച്ചു. വില്ലേജ് അസിസ്റ്റന്റ് ഷനിൽ, പ്രകാശൻ, ഹരിദാസൻ, പ്രഭാത് എന്നിവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ വനത്തിൽ നിക്ഷേപിക്കാൻ വിത്തുണ്ടകൾ തയ്യാറാക്കി. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെയാണ് വിത്തുണ്ടകൾ തയ്യാറാക്കിയത്. വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജ്, സ്കൂൾ പ്രധാന അധ്യാപിക M മഞ്ജുള, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ KP സന്തോഷ്, രാജേഷ് ജോർജ്, ബാറ്റ് ഫോറസ്റ്റ് ഓഫീസർ PS സനു എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ മേത്തലയിൽ +2 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പറമ്പിക്കുളങ്ങര എടച്ചാലിൽ പ്രദീപിന്റെ മകൾ നന്ദകൃഷ്ണയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിൽ വീട്ടിലെ കിടപ്പുമുറിയിലാണ് നന്ദകൃഷ്ണയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇയർ ബാലൻസ് എന്ന ഗുരുതരമായ രോഗാവസ്ഥയെ മരുന്നില്ലാതെ സുഖപ്പെടുത്തുന്ന ഒരു ഡോക്ടറെക്കുറിച്ചായിരുന്നു ആ പോസ്റ്റ്. ചന്ദ്രാപിനി സ്വദേശിയായ ഡോക്ടർ MR രവിയായിരുന്നു ലാലിന്റെ പോസ്റ്റിലെ താരം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റ് വൈറലായി. ഒപ്പം ഡോക്ടർ രവിയുടെ ഫോണിലേക്ക് പരിചിതരും അപരിചിതരുമായ നിരവധി പേരുടെ ഫോൺ കോളുകൾ ഒഴുകിയെത്തി. ഇയർ ബാലൻസ് രോഗബാധിതരായിരുന്നു വിളിച്ചവരിൽ ഭൂരിഭാഗവും. കഴിഞ്ഞ 8 വർഷമായി ഈ രംഗത്ത് പ്രശസ്തനാണ് ഡോക്ടർ രവി. വർഷങ്ങളോളം ഈ രോഗാവസ്ഥ മൂലം കഷ്ടപ്പെടുന്നവർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ മരുന്നില്ലാതെ ഡോക്ടർ അസുഖം മാറ്റിക്കൊടുക്കും. നിരവധി മരുന്നുകൾ കഴിച്ചിട്ടും രോഗം മാറാതെ നിരാശയിലാഴുന്നവരെല്ലാം രവി ഡോക്ടറെ കണ്ട് സന്തോഷത്തോടെ മടങ്ങും. അവരുടെ അസുഖം പൂർണ്ണമായി മാറിയെന്ന് ഡോക്ടറെ വിളിച്ചറിയിക്കും. ദിനംപ്രതി നിരവധി പേരാണ് ഇത്തരത്തിൽ ഡോക്ടറെ തേടിയെത്തുന്നത്. 2006 വയനാട്ടിൽ നിന്ന് DMO ആയാണ് ഡോക്ടർ രവി സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. 8 വർഷം മുമ്പ് തനിക്ക് അനുഭവപ്പെട്ട ഇയർ ബാലൻസ് പ്രശ്നത്തിന് മറ്റുള്ളവരെ പോലെ ഡോക്ടർ രവിയും മരുന്ന് കഴിച്ചു. 2 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിച്ചു. പക്ഷെ പിന്നീട് ഭാര്യയ്ക്ക് സമാന അവസ്ഥ വന്നപ്പോഴാണ് ഇതേക്കുറിച്ച് ഡോക്ടർ പഠനം നടത്തുന്നത്. ലളിതമായ ചില വ്യായാമങ്ങൾ ഈ അസുഖത്തിന് ഉപകാരപ്രദമാകുമെന്ന തിരിച്ചറിവ് ഭാര്യയിൽ പരീക്ഷിച്ചതോടെ ഡോക്ടർ വിജയം കണ്ടു. അന്ന് തൊട്ട് തന്റെ അടുത്തെത്തുന്ന രോഗികളിലും ഡോക്ടർ ഈ പരീക്ഷണങ്ങൾ ആവർത്തിച്ചു. 8 വർഷത്തിനുള്ളിൽ 30,000-ലധികം പേർക്ക് പൂർണ്ണമായും അസുഖം മാറ്റാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് രവി ഡോക്ടർ. ഒരു 8 വർഷം മുമ്പ് എനിക്കിത് വന്നു. അപ്പോഴാണ് എൻ്റെ ഭീകരാവസ്ഥ എനിക്ക് മനസ്സിലായത്. ഇതൊരു നിസ്സാര കാര്യമാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ
ഇത് മനുഷ്യനെ ഒന്നിനും കൊള്ളാണ്ടാക്കണം, ജീവിക്കാൻ തന്നെ ആഗ്രഹം ഇല്ലാണ്ടാക്കാവുന്ന തരത്തിലുള്ള രോഗം. പക്ഷേ ഇതിന് എക്സിസ്റ്റിംഗ് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതിന് എഫക്റ്റീവായിട്ട് ഇല്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അന്വേഷിക്കുകയും നെറ്റിലൊക്കെ ഒരു എക്സ്റ്റെൻസീവായിട്ടൊരു റിസർച്ച് തന്നെ നടത്തിയിട്ടാണ് ഞാനത് കണ്ടുപിടിക്കാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നതിന് ശേഷം 1 മാസത്തിനുള്ളിൽ എൻ്റെ മിസ്സിസിന് ഇതേപോലെ തന്നെ വന്നു. എനിക്ക് തോന്നി ഞാൻ ഈ മനസ്സിലാക്കി വെച്ച പ്രൊസീജിയർ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ തോന്നി. 10 മിനിറ്റിനുള്ളിൽ അത് കംപ്ലീറ്റ് മാറിപ്പോയി. അപ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് എനിക്ക് മനസ്സിലായത്. അന്ന് തൊട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇഷ്ടംപോലെ ആൾക്കാർ, അതായത് എല്ലാവർക്കും മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇക്കഴിഞ്ഞ മെയ് 31 ഡോക്ടറെ കുറിച്ചറിഞ്ഞിരുന്ന മോഹൻലാലിന്റെ സിംഗപ്പൂരിലുള്ള അടുത്ത ബന്ധു രവി ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട ഇയർ ബാലൻസ് പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. തിരിച്ച് വീഡിയോ കോൾ വിളിച്ച് ലളിതമായ വ്യായാമത്തിലൂടെ ഡോക്ടർ അതിന് പരിഹാരം കാണുകയും ചെയ്തു. ഇക്കാര്യം മോഹൻലാലുമായി പങ്കുവച്ചപ്പോൾ ഡോക്ടറെ നേരിൽ കാണണമെന്ന ലാലിന് ആഗ്രഹം. ജൂൺ 23 ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ലാൽ മടങ്ങുന്ന വഴി പുലർച്ചെ ഡോക്ടറുടെ വീട്ടിലെത്തി. 1 മണിക്കൂർ കഴിഞ്ഞാണ് ലാൽ മടങ്ങിയത്. സമൂഹത്തിൽ ഇത്തരം മനുഷ്യരാണ് യഥാർത്ഥ ഹീറോകൾ. അതുകൊണ്ട് തന്നെ ഈ ഹീറോയെപ്പറ്റി അദ്ദേഹത്തിന്റെ പിന്തുണയും സഹായവും രക്ഷയായേക്കാവുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പറയണമെന്ന് തോന്നി എന്ന വരിയോടെയാണ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. TCV ന്യൂസ്, കയ്പമംഗലം. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയലും പരിസര പ്രദേശങ്ങളും ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. മന്ത്രി ആർ ബിന്ദു വിളിച്ചു ചേർത്ത യോഗത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം. കമ്പനികളിലെ രാസമാലിന്യങ്ങൾ മൂലം പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകുന്നുവെന്ന് വ്യാപക പരാതിയുയർന്നിരുന്നു. രാസമാലിന്യം തള്ളുന്ന കമ്പനികൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം നടത്തിവരുന്നുണ്ട്. സംഭവത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും മാലിന്യത്തിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത മന്ത്രി ആർ ബിന്ദുവിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മന്ത്രി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി യോഗം വിളിച്ചിരുന്നു. തുടർന്നാണ് മണ്ണ് പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വ്യവസായ വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, സിഡ്കോ, ആരോഗ്യവകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. പ്രദേശവാസികളിൽ നിന്ന് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. മണ്ണ് പരിശോധിക്കാനായി അടുത്ത ദിവസം സാമ്പിളുകൾ ശേഖരിക്കുമെന്നും ഇവർ അറിയിച്ചു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെ കേസെടുത്ത് കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. 2023 ഏപ്രിലാണ് കേസിന് ആസ്പദമായ സംഭവം. ചൊവ്വന്നൂരിൽ വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കിയതിനെ തുടർന്നാണ് സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ചത്. ഈ കേസിലാണ് കുന്നംകുളം സ്റ്റേഷനിലെ SI ആയിരുന്ന നുഹ്മാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർക്കെതിരെ കുന്നംകുളം കോടതി കേസെടുത്തത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും സുജിത്ത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് കുന്നംകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് L ജയന്ത് ഉത്തരവിട്ടത്. ഗുരുപൂർണിമ ദിനത്തിൽ ഗുരുവന്ദനത്തിന്റെ ഭാഗമായി പൈതൃകം ഗുരുവായൂർ കഥകളി ആചാര്യൻ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടിയെ ആദരിച്ചു. ഇരിങ്ങാലക്കുടയിലെ വസതിയിലെത്തി പണക്കിഴിയും പൊന്നാടയും ഉപഹാരവും നൽകിയാണ് ആദരിച്ചത്. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത, പൈതൃകം കലാക്ഷേത്ര ചെയർമാൻ മണലൂർ ഗോപിനാഥ്, ശ്രീകുമാർ P നായർ, മധു K നായർ, KR മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. 58ഓളം ക്രിമിനൽ കേസിലെ പ്രതിയായ കായ്ക്കുരു രാകേഷിനെ അന്തിക്കാട് പോലീസ് കാപ്പ ചുമത്തി ജയിലടച്ചു. പെരിങ്ങോട്ടുകര സ്വദേശി അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമായ കായ്ക്കുരു രാകേഷിനെ 2 വർഷം മുൻപ് 6 മാസക്കാലത്തേക്ക് കാപ്പ ചുമത്തി ജയിലാക്കിയിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വീണ്ടും വധശ്രമ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ വീണ്ടും കാപ്പ ചുമത്തി ജയിലാക്കിയത്. ആമ്പലൂരിൽ ബാറിൽ വെച്ച ഓട്ടോറിക്ഷ പുറകിലേക്ക് എടുക്കുന്നത് കണ്ട് ചിരിച്ചതിലുള്ള ദേഷ്യത്തിൽ യുവാക്കളെ ആക്രമിച്ച 2 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കല്ലു കോട്ടായി സ്വദേശി ചിങ്ങിനിക്കാടൻ വീട്ടിൽ ഡെന്നീസ്, കല്ലു പാലക്കപ്പറമ്പ് സ്വദേശി കോന്നത്ത് പറമ്പിൽ വീട്ടിൽ രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ആമ്പലു വട്ടനാത്ര സ്വദേശി കിഴക്കൂട്ട് വീട്ടിൽ അഭിറാം, കല്ലൂർ സ്വദേശി മണപ്പെട്ടി വീട്ടിൽ നിധിൻ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയേക്കര അങ്കമാലി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥ. സമാന്തര റോഡുകൾ തകർന്നതിനാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനാകുന്നില്ല.
തൃശൂർ കുന്നംകുളം പാതയിലെ ഗതാഗതക്കുരുക്ക് ഒരാഴ്ചയ്ക്കകം പരിഹരിക്കുമെന്ന് അധികൃതർ. പുഴയ്ക്കൽ മേഖലയിലെ ഗതാഗത തടസ്സം വൈകാതെ നീക്കുമെന്ന് കളക്ടർക്ക് ഉറപ്പ് നൽകി KSTP. CPI ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.